ഡിബേറ്റ് വിത്ത് മാധു സജി. നവകേരളമല്ല, പുതുയുഗ കേരളം. പുതുയുഗ കേരളത്തിനായാണ് അധികാരത്തിലേറിയത് എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പരിണിതപ്രജ്ഞരും പുതുമുഖങ്ങളും ഉൾപ്പെടുന്ന നിര. നാളെ സത്യപ്രതിജ്ഞ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തലൊരുങ്ങുന്നു. 2 പകൽ നീണ്ട ചർച്ചകളിൽ അവസാന നിമിഷവും വെട്ടും തിരുത്തലുമുണ്ടായി. ചാണ്ടി ഉമ്മനും വി.ടി. ബൽറാമുമില്ല. ഒ.ജെ. ജനീഷ് ഓടിക്കയറി. ഐസിയും കെ തുളസിയും പങ്കുവെച്ചെടുത്തു. വി.ഡി. സതീശൻ തന്നെ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവരും അർഹതയുള്ളവരും പുറത്തു നിൽക്കുന്നു. പരിഗണിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പാറക്കൽ അബ്ദുള്ളയ്ക്ക് വേണ്ടിയുള്ള മുറവിളികൾക്ക് മുന്നിൽ ടേം വ്യവസ്ഥയ്ക്ക് ലീഗും വഴങ്ങി. ശൈലി മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് ചോദ്യമാണ്. സെക്രട്ടേറിയറ്റിലെ നിയന്ത്രണങ്ങൾ തുടരുമോ എന്ന് കണ്ടറിയണം. ആദ്യ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകളുണ്ട്. ടീം സെറ്റായോ? ഡോക്ടർ ജിൻഡോ ജോൺ, ഡി സുരേഷ് കുമാർ CPM നിന്ന്, ശ്രീ A.K. അനുരാജ് വലത് നിരീക്ഷകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ആദ്യം ഏറ്റവും സന്തോഷമുള്ള ഒരു അതിഥി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, നിയുക്ത മന്ത്രി. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, വളരെ സ്നേഹത്തോടെയും അഭിമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യുകയാണ് ഡിബേറ്റ് വിത്ത് മാധു സജിയിലേക്ക്. എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഒരു 10-15 വർഷമായിട്ടെങ്കിലും നമ്മൾ പൊതുജീവിതത്തിൽ കാണുന്ന വളരെ സന്തോഷത്തോടെ മുന്നോട്ടുള്ള യാത്രയെ കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എങ്ങനെ കാണുന്നു ഈ മന്ത്രി പദവിയെ? പ്രതീക്ഷിച്ചിരുന്നോ? വളരെയേറെ അഭിമാനവും അതിലേറെ സന്തോഷവുമാണ് ഈ പദവി ലഭിക്കുന്ന സമയത്ത് എനിക്കുള്ളത്. ഇതിനെന്നെ പ്രാപ്തയാക്കിയ കോൺഗ്രസ് പാർട്ടി, എനിക്കൊരു അവസരം തന്ന കൊല്ലത്തെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ ജനത, കൊല്ലത്തെ UDFന്റെ സഹപ്രവർത്തകർ, ടീം UDF, അങ്ങനെ അതോടൊപ്പം തന്നെ ഈ ഒരു പദവിയിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലെ വനിതകൾക്കുള്ള ഒരു അംഗീകാരം കൂടിയായി ഇതിനെ വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് ഇത്തരമൊരു പദവി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന നൽകിയിരുന്നു. പക്ഷേ അത് വ്യക്തമായത് ഇന്നാണ്. വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ വിനയാന്യതയായി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പാർട്ടിയും ജനങ്ങളും എന്നിലേർപ്പിച്ച ഉത്തരവാദിത്തം പുതിയുഗ കേരള പിറവിക്കായി കേരളത്തിലെ UDF മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ജനദ്രോഹ പ്രവർത്തനങ്ങളാൽ ശ്വാസം മുട്ടിയ കേരളത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടക്കമുള്ള ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ജനക്ഷേമ പദ്ധതികൾ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ അടക്കം പലതും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പുനഃസ്ഥാപിക്കണം. കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി ശക്തമായ നിയമവും നീതി നിർവഹണവും നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ്, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് കൊല്ലം നിയോജകമണ്ഡലത്തിന്റെ പൊതുവികസനത്തിനും കൊല്ലം ജില്ലയുടെ സമഗ്ര വികസനത്തിനും സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിനുമായി പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പൊതുജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു തിരഞ്ഞെടുപ്പാണ്. മന്ത്രി പദവിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ അധികാരമാണ്. നമുക്ക് മറ്റുള്ളവർക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനത്തിനുള്ള വഴിയൊരുങ്ങലാണ്. കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായും നന്മയിലേക്കുള്ള പ്രയാണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതോടൊപ്പം നമ്മുടെ ഗവൺമെന്റ്, UDFന്റെ ഗവൺമെന്റ്, ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്ന് ഓരോ പദ്ധതിയും പരിപാടിയും രൂപപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്ക് എങ്ങനെ ബാധിക്കും, അവർക്ക് എങ്ങനെ പ്രയോജനപ്രദമാകും എന്ന നിലയിൽ നോക്കിക്കണ്ടുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. കേരളത്തിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും വനിതകളും തൊഴിലാളികളും പ്രൊഫഷണൽസും അടക്കമുള്ള ജീവിതത്തിന്റെ സമസ്ത വിഭാഗം ആളുകളുടെയും നിർദ്ദേശങ്ങൾ, പൊതു താല്പര്യം മുൻനിർത്തി, ജനക്ഷേമം മുൻനിർത്തി, ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള സേവനം കിട്ടുന്നതിന് താമസം ഒഴിവാക്കി ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റൊരു സർക്കാരായി പോകണം, ആ സർക്കാരിന്റെ ഭാഗമാകണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്രോച്ചബിളായ മന്ത്രിയായിരിക്കുമോ? നമുക്കറിയാം, മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഒരു സംശയവുമില്ല. ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നേരെ സ്വസ്ഥമായിരിക്കാൻ കഴിയാത്ത ആളാണ്. ഇപ്പം ഞങ്ങളൊക്കെ തന്നെയാണെങ്കിൽ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ വെയിലും ചൂടും മഴയും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് നടക്കുമ്പം ചിലപ്പോഴൊക്കെ നമുക്ക് ശാരീരികമായി ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ ക്ഷീണം, പക്ഷെ തൊട്ടടുത്ത നിമിഷം 2 പേരെ കണ്ടാൽ ക്ഷീണവും അറിയില്ല, ഒന്നും അറിയില്ല. അതാണ് ഇന്നോളമുള്ള ജീവിതം. നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ആളുകൾക്കിടയിൽ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ശരി, വളരെയധികം നന്ദി. വലിയ തിരക്കുള്ള ദിവസമാണ് എന്നതിൽ തർക്കമില്ലാത്തതാണ്. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നല്ല മന്ത്രിയായി കാണാൻ കഴിയട്ടെ. നിയുക്ത മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് നമ്മളോടൊപ്പം തത്സമയം അതിഥിയായി ചേർന്നത്. ഈ മന്ത്രിസഭയിലുള്ള എല്ലാ മന്ത്രിമാരും അല്ലേ, നമ്മുടെ ആവശ്യമാണ് അവർ നല്ല മന്ത്രിമാരായി തുടരുക, അപ്രോച്ചബിളായ മന്ത്രിമാരായി തുടരുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ. മറ്റുള്ളവരും ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ നമ്മളോടൊപ്പം ചേരും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുകയും ചെയ്യുന്നത്. അതിഥികളിലേക്ക് പോകാം.
ഡോക്ടർ ജിൻഡോ ജോൺ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ശ്രീ സുരേഷ് കുമാർ, നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. 10 വർഷത്തിന് ശേഷം 10 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടി 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് ഏറുകയാണ്. മന്ത്രിസഭ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. എന്താണ് പുതിയ ക്യാബിനറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ? പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം CPM സർക്കാരിന്, അന്നത്തെ രണ്ടാം പിണറായി സർക്കാരിന് പ്രോമിസ് ചെയ്തത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്. നിങ്ങളുടെ വാഗ്ദാനം എന്താണ്? നോക്കൂ, ഇപ്പോൾ അധികാരത്തിലെത്തുന്ന 21 അംഗ മന്ത്രിസഭയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ നമുക്ക് ഇപ്പോൾ എല്ലാം നമ്മുടെ മന്ത്രിസഭയും നമ്മുടെ മന്ത്രിമാരുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കുമൊക്കെ കേരളത്തിലെ CPMന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണെങ്കിൽ പോലും വളരെ സന്തോഷകരമായിട്ട്, വളരെ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നല്ല ആശംസകൾ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ആശംസകൾ അവർക്ക് നേരുകയാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ചെറിയൊരു വേദനയുണ്ടായത്, ബഹുമാനപ്പെട്ട നിയുക്ത മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ പറയുമ്പോൾ പോലും പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് ജനദ്രോഹ പ്രവർത്തനങ്ങളാൽ ബുദ്ധിമുട്ടിയ എന്നാണ്, ഇടതുപക്ഷത്തിനാൽ ബുദ്ധിമുട്ടിയ എന്നാണ്. സത്യത്തിൽ ഞങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കഴിഞ്ഞ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നാളിതുവരെയുള്ള ഏപ്രിൽ മാസം വരെയുള്ള പെൻഷൻ കൊടുത്തിട്ടാണ്. സാമൂഹ്യനീതി വകുപ്പ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അധികം ജനങ്ങളുമായി, അശരണരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മന്ത്രി ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഇത്രമാത്രം അന്ധമായ തന്റെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുന്ന നിലയിൽ സംസാരിച്ചു തുടങ്ങാൻ പാടുണ്ടോ എന്നുള്ളതാണ് എന്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം നിലനിൽക്കെ തന്നെ നിയുക്ത മന്ത്രിക്ക് പോലും എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ തൊട്ട് ഞാൻ അർപ്പിക്കുകയാണ്. അല്ല, അവർ ഈ പ്രചാരണ കാലം മുഴുവനും 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്കെതിരായി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. അധികാരത്തിലേറുമ്പോൾ ആ നില അവർക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിനു മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ ഒരു ഇരുണ്ട കാലം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണല്ലോ അങ്ങും അങ്ങയുടെ പാർട്ടിയും ആ പ്രചാരണ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയത്. അപ്പോൾ ഈ പറയുന്ന ആ നില പ്രതിപക്ഷത്തിന് നേരെ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ രണ്ടുപേരും സ്വീകരിക്കുന്നതല്ലേ തരാതരം? അല്ല, നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ജനങ്ങൾക്ക് മുന്നിൽ എത്രമാത്രം കണ്ണടച്ച് ഇരുട്ടാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പുറത്തു നിന്ന് കണ്ണ് കെട്ടി ജനങ്ങളെ നമുക്ക് എത്രമാത്രം അന്ധകാരത്തിലേക്ക് നയിക്കാൻ പറ്റും. ഇപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പെൻഷൻ, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, അവയ്ക്കൊന്നും തന്നെ കേരളത്തിൽ തടസ്സമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ആ തടസ്സമില്ലാതെ മുന്നോട്ടുള്ള പോക്കിന് കൂടുതൽ ഒഴുക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബാറ്റൺ കൈമാറുന്നത് പോലെ UDF സർക്കാർ ഏറ്റെടുക്കേണ്ടത്. അത് ഏറ്റെടുത്തതിന് ശേഷം കുറവുകളുണ്ട് എങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിമർശനവുമായി രംഗത്ത് വരും. അതല്ല, വളരെ കൃത്യമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, മന്ത്രിസഭ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഇന്നത്തേതുപോലെ യാതൊരുവിധ സങ്കോചവുമില്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതാണ് എങ്കിൽ അവരെ അതേ രൂപത്തിൽ അവർക്കുള്ള എല്ലാവിധ ബഹുമാന പുരസ്സരമായിട്ടുള്ള അഭിനന്ദനങ്ങളും നേരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു ജനദ്രോഹ പ്രവർത്തനങ്ങളാൽ ബുദ്ധിമുട്ടിയ ജനങ്ങൾക്ക് എന്നുള്ള നിലയിലൊക്കെ പറയുന്നത് യാഥാർത്ഥ്യത്തെ ഇരുട്ടറയിലേക്ക് നയിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ എനിക്ക് നിയുക്ത മന്ത്രിയോട് CPMന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പറയാനുള്ളൂ. കാരണം അതല്ല വസ്തുത എന്നുള്ളതാണ്. ഇപ്പോ പെൻഷനായിരുന്നാലും മറ്റ് ആനുകൂല്യങ്ങളായിരുന്നാലും ശരി, കൃത്യമായി ജനങ്ങൾക്ക് കൃത്യമായി ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ആരോഗ്യ വകുപ്പിനെ നിങ്ങൾ വിമർശിക്കുന്നു. ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രികൾ അവശ്യ മരുന്നുകൾ കുറവുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള KSRTCയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർക്ക് കൃത്യമായി ശമ്പളം കൊടുത്തൊരു മാസമാണ്, 30-ന് മുൻപ് ശമ്പളം കൊടുത്ത ഒരു മാസമാണ്, പുതിയ മാസത്തിൽ ശമ്പളം കൊടുത്ത ഒരു മാസമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ, വൈദ്യുതിയുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഒരു ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സർക്കാരിനെ ബന്ധപ്പെടുത്തി നിങ്ങൾ വിമർശിക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. പക്ഷേ
മറ്റു പല കാരണങ്ങളാൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങളുടെ പരാജയം പഠിക്കുക. അതെന്തൊക്കെയാണ് കാരണങ്ങൾ? അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇപ്പൊ നോക്കൂ, ഈ പെൻഷൻ ഒരു മാസം മുൻകൂറായി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി 2 മാസത്തിലകം ബാക്കി നിൽക്കെ വിരമിക്കാൻ പോകുന്നവർക്ക് നേരത്തെ കൂട്ടി പെൻഷൻ ഉത്തരവിറങ്ങുന്ന 28-ാം തീയതി ഉത്തരവിറങ്ങുന്ന കരുതൽ പോലും കണ്ടു കേരളം അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ അതൊന്നും പോരാഞ്ഞിട്ടും ആളുകൾ ഇങ്ങനെ ഇത്രയധികം വലിയ പരാജയം സമ്മാനിച്ചത് മറ്റെന്തുകൊണ്ടാണെന്നാണ്? നിങ്ങളുടെ നേതൃയോഗങ്ങളൊക്കെ നടക്കുകയല്ലേ, വലിയ വിമർശനങ്ങളുണ്ട് എന്നൊക്കെ മാധ്യമ വാർത്തകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് പരാജയം എന്നതിന് ഒറ്റവാക്യത്തിലൊരു മറുപടിയിലേക്ക് എത്തിയിട്ടുണ്ടോ? മാധു, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നേതൃയോഗങ്ങൾ, ഞങ്ങളുടെ നേതാക്കന്മാർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സ്വയം വിമർശനപരമായിട്ടുള്ള പരിശോധന നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ അതിനകത്ത് സ്വയം വിമർശനപരമായി ഉൾക്കൊള്ളുന്നത്. ആ വിമർശനങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് കൃത്യമായി എത്തിക്കുന്നതിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ പാളിച്ച ഉണ്ടായെന്നടക്കമുള്ള വിമർശനങ്ങൾ സ്വയം വിമർശനപരമായി സഖാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സന്ദർഭമാണ്. അതല്ലാതെ ഒരു ഭരണപരാജയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളെ വിമർശിക്കുന്ന ആളുകൾ പോലും ഉന്നയിക്കുന്ന ഒരു കാര്യമല്ല. അതായത് ഈ പറഞ്ഞ ഇപ്പൊ മാധു തന്നെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ഇടപെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാരിന് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ പരിശോധനകൾ നടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫൈനൽ റൗണ്ട് നടക്കുമ്പോൾ ആത്യന്തികമായി ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് ഇന്ന രംഗത്ത് പാളിച്ച പറ്റി, ആ പാളിച്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഈ ഘട്ടത്തിൽ അതിലേക്ക് മാത്രം ചർച്ച പോകുന്നത് മോശവുമാണ്. അങ്ങ് CPM പ്രതിനിധി എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിനിധി അല്പസമയത്തകം ചർച്ചയിൽ ചേരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെയും അതിലെ അഭിപ്രായം കേൾക്കാതെ ഈ ചർച്ച ഏകപക്ഷീയമായി പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ എങ്കിലേക്ക് വരാം. മോഹൻ വർഗീസ്, പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് UDF ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു നാളെ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായിരുന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിമാന പുരസ്സരം പറഞ്ഞത്. കംപ്ലീറ്റ് ക്യാബിനറ്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്നത് വലിയ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഈ സത്യപ്രതിജ്ഞയ്ക്ക് എല്ലാവരും ഉണ്ടാകണം, ഒന്നിച്ചായിരിക്കും സത്യപ്രതിജ്ഞ എന്ന പ്രഖ്യാപനം തന്നെ ഉണ്ടായത് ഈ തർക്കങ്ങൾ 2 ദിവസത്തിൽ കൂടുതൽ പോകരുത് എന്ന് മുന്നേറു കണ്ടിട്ടാണ് എന്ന്, അല്ലെങ്കിൽ അവിടെ പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നില്ല പ്രശ്നങ്ങൾ. ഏറ്റവും അവസാനം പോലും വെട്ടലുകളും തിരുത്തലുകളും വെട്ടിയെഴുതലുകളും ഉണ്ടായി. അതിൽ നിയുക്ത മുഖ്യമന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞു, പ്രിയപ്പെട്ടവർ, അർഹതയുള്ളവരൊക്കെ പുറത്തു നിൽക്കുകയാണ് എന്നുള്ളത്. ക്യാബിനറ്റ് രൂപീകരണത്തിന്റെ ഈ 2 ദിവസത്തെ മാജിക്കിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ലോങ് പ്രോസസ്, മുഖ്യമന്ത്രി സെലക്ഷനിൽ സംഭവിച്ച ദീർഘമായ പ്രക്രിയ, അതിനുശേഷം മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായും സ്വന്തം സംഘടനയിലെ മറ്റ് നേതാക്കളുമായും സംസാരിച്ച് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. പക്ഷെ അപ്പോഴും ചില പഴുതുകൾ, ചില ന്യൂനതകൾ ഉണ്ട് എന്ന തുറന്ന സംസാരം VD സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അർഹതയുള്ള പലരും പുറത്തു നിൽക്കുന്നു. അർഹത കുറഞ്ഞവരെ അല്ല എടുത്തിരിക്കുന്നത്, പക്ഷേ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കത്തക്ക രീതിയിൽ ഒരു സോഷ്യൽ കോയലീഷൻ അല്ലെങ്കിൽ ഒരു റെയിൻബോ സംവിധാനം ഉണ്ടാവണമല്ലോ. അതാണല്ലോ മാധു ഈ UDFന്റെ ഒരു രീതിശാസ്ത്രം. അതിന് ചേരുന്ന രീതിയിൽ കാര്യമായ തർക്കങ്ങളൊന്നും പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് മന്ത്രിസഭയുടെ ശോഭ തീർച്ചയായും ഒരു പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ പുതുയുഗ പ്രതീക്ഷയോടുകൂടി നാളത്തെ സത്യപ്രതിജ്ഞയെ നമ്മൾ നോക്കിക്കാണാം. അപ്പോഴും ഇവിടെ 5ാം മന്ത്രി ലീഗിന് ഉണ്ടായിരിക്കുന്നു. അതൊരു രീതിയായിട്ട് മാറിയിരിക്കുന്നു. മുൻപ് ഒരു വൺ ടൈം ഓഫർ എന്ന നിലയിലാണ് 5ാം മന്ത്രി വന്നത്. ഇപ്പോൾ അത് 5ാം മന്ത്രി എന്നത് ഒരു ധാരണ, ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ മുൻപ് LDFന്റെ മന്ത്രിസഭാ രൂപീകരണത്തെ വീതം വെപ്പ് എന്ന രൂപത്തിൽ പരിഹാസപൂർവ്വം കണ്ടിരുന്ന UDF ഇപ്പോൾ വീതം വെക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. ഒരു കോൺഗ്രസ് മന്ത്രി, 2 പേര് തമ്മിൽ വീതം, IC ബാലകൃഷ്ണനും KA തുളസിയും തമ്മിലുള്ള വീതം വെയ്പ് നടത്തിയിരിക്കുന്നു. അതുപോലെ ഘടകകക്ഷി മന്ത്രിമാർ, അതായത് കാപ്പന് 2ാം സ്ഥാനം, മാണി കാപ്പന് 2ാമത്തെ ഊഴവും ആദ്യം അനൂപ് ജേക്കബിന് ആദ്യ ഊഴവും എന്ന രീതിയിൽ അവിടെയും ഒരു വീതം വെപ്പ് നടത്തിയതുകൊണ്ടാണ് കോൺഗ്രസിന് 12ാമത്തെ മന്ത്രി, മുഖ്യമന്ത്രിക്ക് ഉപരിയായി 11 മന്ത്രിമാരും കൂടി ലഭിച്ചത്. അതുകൊണ്ട് മാത്രമാണ്. അതും നേരത്തെ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായ കാര്യമാണ്. എന്തിനാ മുസ്ലിം ലീഗ് പോലും ഒരു മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം വിഭജിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മുസ്ലിം ലീഗിന് ഒരുപക്ഷെ ചില ജില്ലകൾ, കോഴിക്കോട് ജില്ല, പാറക്കൽ അബ്ദുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്നും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ 2ാം ഊഴത്തിൽ മാത്രമാണ്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും
യഥാർത്ഥത്തിൽ പ്രതിനിധികൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. വയനാട് നിന്നുള്ള ടി സിദ്ദീഖിന് മാത്രമാണ് കോഴിക്കോടിന്റെ കൂടി പ്രാതിനിധ്യം വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ ചില ഇംബാലൻസുകൾ മറ്റെല്ലാ ജില്ലകളും, ഇടുക്കി ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ എല്ലാ ജില്ലകളെയും, ഒരുപക്ഷെ ചെറിയ ജില്ലയാണ് വയനാട്, ചെറിയ ജില്ലയാണ് ഇടുക്കി, ഇതൊക്കെ അംഗീകരിക്കുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാവുന്നില്ല. അങ്ങനെ പല രീതിയിലും നോക്കുമ്പോൾ അസന്തുലിതാവസ്ഥ എന്നൊന്നും പറയാനില്ല എങ്കിൽ പോലും ഈ പല ജിക്സോ കംപ്ലീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രിയെ കാണുന്നു. അത് മാത്രമല്ല, ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന ചില കേന്ദ്രങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ KC വേണുഗോപാലിന് വളരെ വലിയ അപ്രമാദിത്വം ഉണ്ടായിരിക്കുന്നു. KC പക്ഷം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു പക്ഷമില്ല എന്നാണ് അതിൻ്റെതായ KC വേണുഗോപാൽ പറയുന്നത്. പക്ഷേ ഒരു പക്ഷമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ പ്രോഗറ്റീവാണ് തന്റെ സഹപ്രവർത്തകരെ തെരഞ്ഞെടുക്കുക എന്നത്. അങ്ങനെയാണല്ലോ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അവസാന വാക്കാണ്. ക്യാബിനറ്റിലെ ഓരോ മന്ത്രിയും മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം. പക്ഷേ സ്വന്തമായി അഭിപ്രായം പറയണം. ആത്യന്തിക വാക്ക് മുഖ്യമന്ത്രിയുടേതാണ്. അത് ക്യാബിനറ്റ് രൂപീകരിച്ചതിന് ശേഷം. പക്ഷെ ക്യാബിനറ്റ് രൂപീകരിക്കുന്നതിന് മുൻപുള്ള ചർച്ചകളിൽ മുഖ്യമന്ത്രി ആഗ്രഹിച്ച 2-3 പേരുണ്ട്, തന്നെ പിന്തുണച്ച 2-3 പേരുണ്ട്. നിലവിൽ കെ മുരളീധരൻ അല്ലാതെ മറ്റാരും തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇദ്ദേഹത്തെ VD സതീശനെ പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തവരിൽ ഇല്ല. VD സതീശൻ ഗ്രൂപ്പ് എന്നൊന്നില്ല. പക്ഷേ കെ മുരളീധരൻ പോലും പൂർണ്ണ അർത്ഥത്തിൽ VD പക്ഷം എന്ന് പറയാനുമില്ല. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ച വകുപ്പ് കിട്ടി. രമേശ് ചെന്നിത്തല ആഗ്രഹിച്ച 2 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതും ഇല്ല. അത് 2ാം സ്ഥാനത്തിന് വേണ്ടി ഒരുപക്ഷെ IC ബാലകൃഷ്ണനെ 2ാം ഊഴത്തിന് വേണ്ടി മാറ്റി നിർത്തുന്നു എന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കോൺസലേഷൻ കൂടിയാണ്. അപ്പോൾ പൂർണ്ണാധിപത്യം KC വേണുഗോപാലിന്റെ താല്പര്യമനുസരിച്ചുണ്ടായിരിക്കുന്നു എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്. ഇപ്പം OJ ജനീഷ് പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. മാത്രമല്ല OJ ജനീഷിന് അദ്ദേഹത്തിന്റെ സർക്കിളിൽ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സർക്കിളിൽ വലിയ അഭിമതനാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്വാഭാവികമായും അദ്ദേഹം ഒരു ചോയ്സായി ഉയർന്നു വരികയും ചെയ്തത്. അദ്ദേഹം മോശമാണ് എന്ന അർത്ഥത്തിലല്ല, പക്ഷേ അപ്രതീക്ഷിതമാണ് മന്ത്രി പദവി ലബ്ധി എന്ന് പറയുന്നത്. അത് KC വേണുഗോപാലിന്റെ താല്പര്യപ്രകാരം എന്ന നിലയ്ക്ക് തന്നെയാണോ അങ്ങ് കാണുന്നത്? ഇത് പ്രതീകാത്മകമാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നത് മധു, ഇത് ഒരു പ്രതീകാത്മകമായ തീരുമാനം എന്ന രീതിയിലാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിസഭയിൽ വരുന്നത് ഒരു നല്ല സന്ദേശമായിരിക്കും. അതുപോലെ 3 വനിതകൾ, 2 പേര് മന്ത്രിസഭയിലും ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും വരുന്നത് ഹൈക്കമാൻഡിന്റെ കൂടെ ഒരു താല്പര്യപ്രകാരമാണ്. കാരണം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 പട്ടികജാതി വർഗ വിഭാഗത്തിൽ നിന്നും 2 മന്ത്രിമാർ, ഇതെല്ലാം കോൺഗ്രസിന്റെ കെയർ ഓഫിൽ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഈ 12 പേരിൽ നിന്നും കണ്ടെത്തേണ്ടതാണ്. അത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കണം. അപ്പോൾ OJ ജനീഷിന് അങ്ങനെയും ഒരു ആനുകൂല്യം അവിടെ ലഭിച്ചു എന്നൊക്കെ യുവജന കപ്പാസിറ്റിയിലും അതുപോലെ കമ്മ്യൂണിറ്റി ബാലൻസ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ. അവിടെ ഒരുപക്ഷെ സ്വല്പമെങ്കിലും നിർഭാഗ്യമുണ്ടായത് ഷാനിമോൾ ഉസ്മാനാണ്. സീനിയർ കോൺഗ്രസ് നേതാവാണ്, മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയാണ്, 2 ടൈം MLA ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്യാബിനറ്റ് പദവി ലഭിച്ചിരുന്നു. തീർച്ചയായിട്ടും ക്യാബിനറ്റ് റാങ്കിൽ തന്നെയുള്ള ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒരു കോൺസലേഷൻ എന്ന രീതിയിൽ ഷാനിമോൾ ഉസ്മാൻ ലഭിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിന് ചില വിട്ടുവീഴ്ചകൾ, പരമാവധി വിട്ടുവീഴ്ച ചെയ്തത് മുഖ്യമന്ത്രി VD സതീശനാണ് എന്ന് കാണാം. അതുകൊണ്ട് അദ്ദേഹം ദുർബലനാണ് എന്ന് പറയാനാവില്ല. കാരണം ജനങ്ങളുടെ അംഗീകാരം നേടിയ, ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു എന്ന് പോലും പറയത്തക്ക രീതിയിലുള്ള ഉഗ്രമായ, ഉദ്വേഗജനകമായ, രോമാഞ്ചജനകമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഹൈക്കമാൻഡ് ആത്യന്തികമായ തീരുമാനമെടുത്തത്. അതുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ അവസാനം ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറിമറിയും. ഇപ്പൊ KC വേണുഗോപാൽ പക്ഷം എന്നൊക്കെ പറയുന്നത് നാളുകളിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ, ഈ മന്ത്രിസഭയെ വെച്ച് മുന്നോട്ട് പോകാൻ ധൈര്യമായി മാർച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് മാധു പ്രതീക്ഷ. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ കൂടി നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ ചർച്ചയ്ക്ക് വൈകി വരുന്നത് മോശമാണ് കേട്ടോ. പിന്നെ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ പോവുകയാണ്. മന്ത്രിമാരുടെ പട്ടിക ഈ സമയത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ടീം സെറ്റായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം സെറ്റാണ്. ഞങ്ങൾ എല്ലാ തരത്തിലും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾ, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള പൂർണ്ണമായ വിശ്വാസം, അത് എല്ലാവിധ സത്യസന്ധതയോടും കൂടി പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് മന്ത്രിസഭയിലേക്ക് വന്നിരിക്കുന്നത്.
അപ്പോൾ മന്ത്രിസഭയിൽ എത്താത്ത ആളുകൾ, സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഒരു മന്ത്രിസഭ തന്നെയാണ്. മന്ത്രിസഭയിലുള്ള 21 പേർ എന്നുള്ളതിനേക്കാൾ മുഴുവൻ ആളുകളും ഒന്നിച്ച് നേതൃത്വം കൊടുക്കുന്ന കൂടിയാലോചനയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കും കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോവുക. അപ്പോൾ എല്ലാ തരത്തിലും ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്, സമകാലികരായിട്ടുള്ള ആളുകളുണ്ട്, ഏറ്റവും അടുപ്പമുള്ള ആളുകളുണ്ട്, സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാ വിഭാഗം മനുഷ്യരെയും അഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ, എല്ലാ തരത്തിലുമുള്ള ഒരു കോമ്പിനേഷനാണ് ഈ മന്ത്രിസഭ. അതുകൊണ്ട് വല്ലാത്ത സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, പക്ഷേ നിയുക്ത മുഖ്യമന്ത്രി തന്നെ പറയുന്നു അർഹതപ്പെട്ടവരും പ്രിയപ്പെട്ടവരും പലരും പുറത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, മറ്റു പല പരിഗണനകളും നോക്കേണ്ടതുണ്ട് കോൺഗ്രസിന് എന്നുള്ളത്. നേരത്തെ മോഹൻ വർഗീസ് പറയുകയായിരുന്നു അങ്ങനെ ഒരു രീതിശാസ്ത്രമുണ്ട് കോൺഗ്രസിന്. ഇന്ന് നമ്മൾ കണ്ടതാണ്, അവിടേക്ക് ശിവഗിരി അധ്യക്ഷൻ തന്നെ നേരിട്ട് വരികയും ഞങ്ങൾ പട്ടിക ഇത്ര പേരുടെ പട്ടിക കൊടുത്തിട്ടുണ്ട് എന്നതടക്കം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ പരിഗണിച്ചപ്പോൾ അർഹതപ്പെട്ട പലരും പുറത്തു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായോ? അല്ല, അതിപ്പോൾ സാമുദായിക സംഘടനകൾ, മത സംഘടനകളൊക്കെ അവരുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ വരണം, മന്ത്രിസഭയിൽ വരണം, MLA-മാരായി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് പാർട്ടിയും UDF-ഉം കൃത്യമായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ 102 MLA-മാരിൽ നിന്ന് 21 മന്ത്രിമാരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ അതിൽ ആർക്കാണ് അർഹത ഇല്ലാത്തത് എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും അർഹത ആയിട്ടുള്ള ആളുകളാണ്. ആദ്യത്തെ വട്ടം MLA ആകുന്ന ആൾ തൊട്ട് പലവട്ടം MLA ആയ ആൾക്കും ഞങ്ങളുടെ മുൻപിൽ തുല്യ അർഹത തന്നെയാണ്. പലതരം കാഴ്ചപ്പാടുകളും എല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സീറ്റ് നിർണ്ണയിച്ചപ്പോഴും നമ്മൾ സീറ്റ് കൊടുത്തപ്പോൾ മത്സരിച്ച സമയത്തും അർഹരായ ഒരുപാട് പേർ മാറി നിൽക്കുമ്പോഴാണ് ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ ഒരു സീറ്റിൽ. അതുപോലെ തന്നെ ഒരു മന്ത്രിയല്ലേ നമുക്ക് 21 മന്ത്രിമാരെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ കക്ഷിയിൽ നിന്നും എടുക്കേണ്ട മന്ത്രിമാരുടെ ഒരു ഫോർമുല തയ്യാറാക്കുന്നു. അതിൽ ആര് വരണമെന്ന് കക്ഷി നേതാക്കന്മാർ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കൂടി ആലോചിച്ചു കൊണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ പോലെ അർഹരായിട്ടുള്ള പലരും പുറത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് നമ്മുടെ മന്ത്രിസഭയ്ക്കില്ല. ചാണ്ടി ഉമ്മൻ ഏതാണ്ട് ഉറപ്പിച്ച പേര് എന്ന നിലയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. തൃത്താല MLA അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. തൃത്താല MLA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാർട്ട് സിംബൽ അടക്കം ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അതിലൊതുങ്ങി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ചാണ്ടി ഉമ്മന്റെ പേര് വെട്ടപ്പെടും, അല്ലെങ്കിൽ ഉണ്ടാകില്ല, ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നാരും വിചാരിച്ച ഒന്നല്ല. ഈ വിജയം തന്നെ നിങ്ങളിൽ പലരും ഡെഡിക്കേറ്റ് ചെയ്തത് ഉമ്മൻചാണ്ടിക്കാണല്ലോ. അല്ല, ഉമ്മൻചാണ്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിസഭ തന്നെയാണിത്. ഉമ്മൻചാണ്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മരണത്തിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് നീതി ഉറപ്പാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത്. അതിന്റെ അർത്ഥം ഉമ്മൻചാണ്ടിയുടെ മകനെ മന്ത്രിസഭയിൽ എടുക്കണമെന്നൊന്നുമല്ല. ഉമ്മൻചാണ്ടിയുടെ മകനും തുല്യ പരിഗണന കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടെ മന്ത്രിസഭയിൽ വരണമെന്നൊക്കെ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ എല്ലാ രീതിയിലും എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഉമ്മൻചാണ്ടിക്കുള്ള പരിഗണന എന്ന് പറഞ്ഞാൽ മകനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതല്ല. പിന്നെ നിങ്ങൾ പറയുന്ന കുറേ മന്ത്രിമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് മന്ത്രിമാരുടെ പേര് ഞങ്ങളൊക്കെ കേട്ടു. അപ്പം ഞങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും ചാനലുകളാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. ചാനലുകൾ മന്ത്രിമാരെ തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പാർട്ടിയും മുന്നണിയും കൂടി ആലോചിച്ച് മന്ത്രിമാരെ തീരുമാനിച്ചതിന്റെ എണ്ണമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന 21 പേരുടെ ലിസ്റ്റ്. അതാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാരുടെ ലിസ്റ്റ്. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ചാനലുകളിൽ വന്ന ലിസ്റ്റ് അല്ല UDF-ന്റെ മന്ത്രിമാരുടെ ലിസ്റ്റ്. ശരി, എനിക്കതിൽ 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, ചാണ്ടി ഉമ്മൻ ഈ കാര്യത്തിൽ ഒരു ക്ലെയിമും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളല്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനം ഇന്ന ആളുകൾ മന്ത്രിമാരാകും എന്ന കാര്യത്തിൽ ഒരു പ്രഡിക്ഷനും ഇവിടെ ഉണ്ടായിട്ടില്ല. പേരുകൾ പറഞ്ഞു കേൾക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും അവസാനം പക്ഷേ കോൺഗ്രസ്, ശരിയാണ്, കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങളൊരു പട്ടിക ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ സോഴ്സിനെ തന്നെ അധികരിച്ച് പുറത്തുവിട്ടിരുന്നു. അതിൽ ഒരാളുടെ പേരോ ഒരു ടൈമിലോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഇനിയും നാളത്തേക്കുമുള്ള ആത്മവിശ്വാസവും. ഡോക്ടർ ജിൻഡോ ജോൺ, ശ്രീ AK അനുരാജ്, ഈ അടുത്ത നിയമസഭ ചേരുമ്പോൾ, സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് നിയമസഭ ചേരുമ്പോൾ BJP-യിൽ നിന്ന് 3 MLA-മാർ സഭയിലുണ്ടാകുമെന്നുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം BJP-ക്ക് മുന്നിൽ, NDA രാഷ്ട്രീയത്തിന് മുന്നിൽ ഒരുങ്ങുന്നത് എന്നത് പ്രധാനമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അധികാരത്തിലേറാത്ത സർക്കാരിന് നേരെ പ്രതിഷേധം നടത്തുന്ന രീതി തന്നെ ആയിരിക്കുമോ സഭയിലും പുറത്തും അവലംബിക്കുക? ഞാൻ ആദ്യം നാളെ അധികാരമേൽക്കുന്ന UDF മന്ത്രിസഭയ്ക്ക്, ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് എന്താ പറയുക, നമ്മൾ പതിവ് രീതിയിലുള്ള വലിയ ഒരു വാഗ്വാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ പ്രസക്തിയില്ല എന്ന് തോന്നുന്നു. കാരണം
നമ്മൾ ഒരു തുടക്കത്തെ ഒരു എന്താ പറയുക ശുഭകരമായ ഒരു കാര്യമായിട്ട് കാണണം. അതുകൊണ്ട് കേരളത്തിന് വളരെ ശോഭനമായ 5 വർഷം ഉണ്ടാകട്ടെ. വലിയ പ്രതീക്ഷകളോടെയാണ് ആ സർക്കാർ, എല്ലാ സർക്കാരുകളും അങ്ങനെയാണ്, പക്ഷേ ഏതായാലും ഈ സർക്കാരിനും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളൊക്കെ ആയിരിക്കും, അവർ അങ്ങനെയായിരിക്കും മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്, അവർക്ക് വിജയം നേരുകയാണ്. ഇനിയുള്ളത് BJPയുടെ സാന്നിധ്യം എന്നുള്ളതാണ്. BJPയുടെ ഈ പറഞ്ഞ രീതിയിലുള്ള 3 MLA-മാർ വരുന്നു. അതിൽ 2 പേർ ഭരണരംഗത്ത് വലിയ തോതിൽ പരിചയമുള്ള ആൾക്കാരാണ്, മുൻ കേന്ദ്രമന്ത്രിമാരാണ്, ദേശീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവും എന്നുള്ളതുപോലെ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് വഹിക്കാനുള്ള പങ്ക് എന്ത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നിയമസഭ എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ MLA-മാരുടെ അല്ലെങ്കിൽ MP-മാരുടെ ഒരു സ്ഥിതി, മണ്ഡലം നോക്കുന്നവരാണ് MLA അല്ലെങ്കിൽ MP എന്ന് ചിന്തിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. സത്യത്തിൽ അതല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്. ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ കയറിക്കൂടിയ ശരിയായ ഒരു പുഴുക്കുത്താണ്. ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കലാണ് പ്രാഥമികമായി ജനപ്രതിനിധികളുടെ ചുമതല എന്ന് ധരിക്കുന്ന ഒരു കാലമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ അത് ശരിയല്ല. MLA-മാർ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിയമസഭയിലാണ്. അപ്പോൾ നിയമസഭയിൽ എത്രത്തോളം സജീവമായി അവർ ചർച്ചകളിൽ ഇടപെടുന്നു, എത്രത്തോളം ഈ ഭരണകക്ഷിയെ എതിർക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി നിൽക്കാൻ എത്രത്തോളം സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ സാഹചര്യത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ നിയമസഭയുടെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ്, ത്രികോണ മത്സരം എന്ന് പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരം നിയമസഭയ്ക്കകത്തും രൂപപ്പെടുകയാണ്. അത് ഞാനൊരു ശത്രുതയുടെ തരത്തിലുള്ള മത്സരം എന്നല്ല പറയുന്നത്, സൃഷ്ടിപരമാകട്ടെ ഗുണപരമാവട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ശബ്ദം കൂടി നിയമസഭയിൽ ഇത്തരം കാര്യങ്ങളിൽ വരും. നിയമനിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സിലോ ഒക്കെ മതം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. സ്വാഭാവികമായിട്ടും മതങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ ആവശ്യമായി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ പൊതുവെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി ഒരു വിഭാഗം ഹിന്ദുക്കളിലെങ്കിലും സജീവമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിധിവരെ അറുതി വരുത്താൻ ഇത് സഹായിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് മറ്റെല്ലാ വിഭാഗങ്ങളും ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നല്ല. സ്വാഭാവികമായിട്ടും ചില ചൂണ്ടിക്കാണിക്കലുകൾ ആവശ്യമായി വരും. ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്താൽ നല്ലതായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാർ എപ്പോഴും പരസ്പരം മത്സരിക്കുന്നവരാണ് നമ്മൾ കാണേണ്ട കാര്യമില്ല. അവർ തമ്മിലുള്ള സഹകരണമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏത് ബോഡിയിലായാലും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു 3 MLA-മാർ വരുന്നു എന്നത് കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഗുണപരമായി ഭവിക്കട്ടെ എന്നാണ് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ കഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായത്തിന് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. BJPയുടെ 3 MLA-മാർ വരുമ്പോൾ അത് പരിഹരിക്കപ്പെടും എന്ന നിലയ്ക്ക് പറയാനുള്ള എന്ത് സാഹചര്യമാണ് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്ക് അകത്തുള്ളത്? അല്ല, അതിപ്പോ നിയമങ്ങൾ പലത് വരാമല്ലോ. ഒരു ഉദാഹരണം എടുത്താൽ, നമ്മളിപ്പോ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പം ആ കേസ് എവിടെ കിടക്കുന്നു? അപ്പൊ ആ കേസ് സംബന്ധിച്ച് നിയമസഭയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നേരത്തെ BJPയുടെ ഒരു MLA ഉണ്ടായിരുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗൗരവമേറിയ പ്രശ്നമാണ്. അപ്പൊ ആ ഒരു ഗൗരവത്തിൽ മറ്റു പാർട്ടികൾ ചിലപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ സജീവമായും വളരെ ഗൗരവത്തോടെയും ആ വിഷയം ഉന്നയിക്കാൻ സാധിക്കും. ഇനി മറ്റേതെങ്കിലും കക്ഷിയിലെ ഒരു MLA അത് ഉന്നയിച്ചു നോക്കുക, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് ഗുണപരമായ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമമുണ്ടായി എന്ന് വരും. അതുകൊണ്ട് നമുക്കതിന് ഞാൻ പറയുന്നത് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാം, നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം കേന്ദ്രവുമായി ശ്രീ A. K. രാജ് ഒന്ന് ക്ഷമിക്കണം. ശ്രീ റോജി M. ജോൺ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ റോജി M. ജോൺ, ആദ്യം തന്നെ എല്ലാ ആശംസകളും നേരുകയാണ്. നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ നേരത്തെ നിയുക്ത മുഖ്യമന്ത്രി പറയുകയും ചെയ്തത്. വകുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുന്നു എന്നറിയുന്നു. എന്താണ് പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. കോൺഗ്രസ് പാർട്ടി എന്നെ പോലുള്ള ഒരു സാധാരണ പ്രവർത്തകന് ഇങ്ങനൊരു അവസരം നൽകിയതിൽ പാർട്ടി നേതൃത്വത്തോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ ഇതിനെല്ലാം പ്രാപ്തമാക്കിയത് അങ്കമാലിയിലെ ജനങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും അതുപോലെ തന്നെ അങ്കമാലിയിലെ മുഴുവൻ ജനങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. റോജി M. ജോൺ, നിങ്ങൾ ഈ യൂത്ത് കാഡറിലെ നേതാക്കന്മാർ അനവധിയുണ്ട്. ഇത്തവണ മന്ത്രിസഭയിലും നിയമസഭയിലും നിങ്ങളുടെ ആവറേജ് ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ യങ്ങാണ്. UDFന്റെ മുഴുവൻ ആളുകളുടെ MLA-മാരുടെ ഒരു ആവറേജ് ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊരു വലിയ എനർജിയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി എപ്പോഴും യുവാക്കളെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ സെക്ഷൻസിൽപ്പെട്ട ആളുകളെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ KSUയിലൂടെ അതുപോലെ തന്നെ NSUയിലൂടെയൊക്കെ കടന്നു വന്ന് പാർട്ടിയുടെ നിരവധി സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിലെപ്പോഴും പഴയ KSU കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ചെറുപ്പക്കാരായിട്ടുള്ള നിരവധി ആളുകൾക്ക് പാർട്ടി നിയമസഭയിൽ മത്സരിക്കുവാനും
അതിനേക്കാൾ ഉപരിയായി മന്ത്രിസഭയിലേക്ക് വരെ പരിഗണിച്ചു എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകിച്ച് യുവജനങ്ങളോടുള്ള ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് കാണുന്നത്. ശ്രീ റോജി എം ജോൺ, ഒരു കാര്യം കൂടി, അതായത് ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ടീം UDF സെറ്റായിരിക്കുകയാണ്. നാളെ സത്യപ്രതിജ്ഞ. അതിനുശേഷം അവനവന്റെ പോർട്ട്ഫോളിയോയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുമല്ലോ. അവനവൻ പെർഫോം ചെയ്യേണ്ട കാലത്ത് കൂടിയാണ്. 10 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കാലം. ഓരോ വകുപ്പും സംബന്ധിച്ച് കൃത്യമായ ഓഡിറ്റ് ഉണ്ടാകും, ജനകീയ ഓഡിറ്റ് ഉണ്ടാകും. എങ്ങനെയാണ് സ്വന്തം പോർട്ട്ഫോളിയോയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? അല്ല, ഇപ്പം പോർട്ട്ഫോളിയോ ഇതുവരെ നമുക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ കിട്ടിയിട്ടില്ല. നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഞങ്ങൾ 10 വർഷം MLA ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നിയമസഭയ്ക്കകത്ത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വകുപ്പ്, പാർട്ടി ഏത് വകുപ്പാണോ നമ്മളെ ഏൽപ്പിക്കുന്നത് അത് നമ്മുടെ പൂർണ്ണ ഡെഡിക്കേഷനോട് കൂടി നമ്മുടെ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടിയിട്ട് അത് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജനങ്ങൾ വലിയ പ്രതീക്ഷ ഈ സർക്കാരിൽ വെക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ മാനിഫെസ്റ്റോ ഉണ്ട്. നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി വളരെ കൃത്യമായി നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണനയിൽ ഉണ്ടാവുക. ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? അത് മന്ത്രിസഭാ യോഗം കൂടിയതിന് ശേഷം പറയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിരവധി കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതെല്ലാം പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ഈ സർക്കാരിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച എല്ലാ കാര്യങ്ങളും അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമായിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥയും നമുക്കറിയാം. സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രതിസന്ധിയിൽ കേരളം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഇത് നമ്മളൊരു എന്താ പറയുക, ഇപ്പം നാളെ എന്തൊക്കെ പ്രഖ്യാപിക്കുമെന്നുള്ളതല്ല, അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നിയുക്ത പദവിയിലേക്കുള്ള എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. വളരെയധികം നന്ദി ശ്രീ റോജി എം ജോൺ ഞങ്ങളോട് സംസാരിച്ചത്. നേരത്തെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സംസാരിച്ചപ്പോൾ പോർട്ട്ഫോളിയോയെ കുറിച്ച് ചോദിക്കാതിരുന്നതാണ്. പക്ഷേ മന്ത്രി ഇങ്ങോട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്കിടയിൽ തന്നെ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടാകും, അറിയിപ്പുണ്ടാകും എന്നാണ് നമ്മളും കരുതിയത്. എന്തായാലും അങ്ങനെയല്ല. ശ്രീ AK അനുരാജ ഇടപെട്ടതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. ശ്രീ റോജി എം ജോൺ വന്നതുകൊണ്ടാണ്. ഇന്നിപ്പോൾ അവരുടെ ദിവസമാണല്ലോ, അതുകൊണ്ടാണ്. അങ്ങേക്ക് തുടരാം. ശരി, തീർച്ചയായിട്ടും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ പോയിന്റ്, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള വിള്ളൽ, അത് എത്തി നമ്മൾ മുമ്പൊക്കെ അടുത്ത കാലത്ത് നമ്മൾ ചർച്ച ചെയ്തത് PM ശ്രീയെ കുറിച്ചാണ്. അപ്പൊ PM ശ്രീ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതിന്റെ പൈസ വാങ്ങിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് MOU സൈൻ ചെയ്തതെന്നാണ്. അപ്പൊ അങ്ങനെയൊന്നും നടക്കില്ലല്ലോ. കാരണം കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കാത്ത പദ്ധതിക്കൊന്നും പൈസ ഒന്നും കൊടുക്കില്ല. MOU സൈൻ ചെയ്ത് ഉടനെ പൈസ കൊടുക്കുക, നടപ്പാക്കാത്ത പൈസ കിട്ടാൻ സാധ്യതയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് പ്രശ്നമായി മാറും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഒരു വിള്ളലുണ്ടായിരുന്നു. ആ വിള്ളൽ ഇനി സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് സ്വാഭാവികമായിട്ടും ഈ 3 MLA-മാരെ, അതായത് BJP MLA-മാരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും സംസ്ഥാനത്തിന്റെ ഭാവിക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ വലിയ തോതിലുള്ള പിന്തുണ ആവശ്യമായി വരികയും ചെയ്യും. കാരണം നമ്മുടെ ഖജനാവിന്റെ സ്ഥിതി അല്പം ദയനീയമാണ്. അപ്പൊ അതുകൊണ്ട് ഫണ്ട് കണ്ടെത്താൻ നേരത്തെ പറഞ്ഞിരുന്നത് കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ അത് ചോദിച്ചു വാങ്ങണം. കേരളത്തിലെ വിഹിതം കിട്ടണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും അതിൽ എതിർപ്പില്ലല്ലോ. പക്ഷേ അത് പലപ്പോഴും അതിന്റെ വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് എന്നാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടുള്ള വിശദീകരണം. ആ വിശദീകരണം മുഖവിലയ്ക്ക് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എവിടെയാണ് ഇതിന്റെ വസ്തുത എന്ന് പരിശോധിച്ചിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ സൃഷ്ടിപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയാൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെയുള്ള വാശിപിടുത്തങ്ങളോ ബലംപിടുത്തങ്ങളോ ഒഴിവാക്കിയിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന്റെ വികസനം എന്ന വിഷയത്തെ കാണണം. ഇത് ഞാൻ പറയുന്നത് കേരളത്തിൽ നമുക്ക് കുറെ കാലമായിട്ട് വികസന പദ്ധതികളില്ല. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ മുൻ സർക്കാരിന് ഉദ്ദേശിച്ചോ പറയുന്നതല്ല. ചിലപ്പോൾ അതിന് മുൻപത്തെ നോക്കിയാൽ അങ്ങനെയുള്ള സാഹചര്യമായിരിക്കും. ഇത് കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയാണ്. കേരളത്തിന് അടിസ്ഥാനപരമായിട്ട് വികസന പദ്ധതികളില്ല. ഞാൻ ഇനി അടുത്ത പറയുന്ന കാര്യം രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് വിചാരിക്കരുത്. നമ്മൾ ബംഗാളിൽ BJP ഇപ്രാവശ്യം ഇലക്ഷനെ നേരിട്ടപ്പോൾ പറഞ്ഞത് ലുക്ക് ഈസ്റ്റ് പോളിസിയാണ് നേരത്തെ BJP പറഞ്ഞു. ഇപ്രാവശ്യം പറഞ്ഞ ആക്ട് ഈസ്റ്റ് എന്നുള്ള പോളിസിയാണ്. അതായത് ഇന്ത്യയുടെ ഈ പറഞ്ഞ കിഴക്കൻ ഭാഗത്ത് നമുക്ക് വലിയ ഒരു എക്കണോമിക് ഹബ് ഇല്ല. നമുക്കിപ്പോ സൗത്തിൽ നമുക്ക് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ ഉണ്ട്, അല്ലെങ്കിൽ ഹൈദരാബാദ് ഉണ്ട്,
അല്ലെങ്കിൽ അഹമ്മദാബാദ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഡൽഹി വികസിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം കിഴക്കൻ ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമായിട്ട് കൽക്കത്തയെ വികസിപ്പിക്കണം. എത്രയോ മുമ്പേ കൊൽക്കത്ത ആ രീതിയിൽ വികസിപ്പിക്കേണ്ടതായിരുന്നു. വീണ്ടും ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, പക്ഷെ നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അപ്പൊ ഇനി ഇത്തവണ ചെയ്യേണ്ടത് അതാണ്. അപ്പൊ അത്ര വലിയ ഒരു പദ്ധതിയാണ് വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് BJP മുന്നോട്ട് വെച്ചത്. ഞാൻ വീണ്ടും പറയുന്നത് കേരളത്തെക്കുറിച്ച് അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചില്ലെന്ന് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയല്ല. കേരളത്തിൽ അങ്ങനെ ഒരു പദ്ധതി വേണം, അല്ലെങ്കിൽ ഒന്നിലധികം പദ്ധതികൾ വേണം. കാരണം കേരളത്തിലാണ് ഏറ്റവും നല്ല മനുഷ്യ വിഭവശേഷിയുള്ളത്, ഏറ്റവും നല്ല കാലാവസ്ഥയുള്ളത്, ഏറ്റവും നല്ല സീ പോർട്ട് അവൈലബിലിറ്റി ഉള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിന്റെ വികസനം എന്ന പദ്ധതി മുന്നോട്ട് വെച്ചിട്ട് വിഷണറി ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ VD സതീശൻ ചെയ്യേണ്ടത് അതാണ്. രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക. ഞാൻ പറഞ്ഞത് BJP-ക്കാരെ വിളിക്കണം എന്നല്ല ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. ആരാണോ പറ്റുന്നത് അവരെ വിളിച്ചുകൊണ്ടുവന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ 5 വർഷം. UDF തന്നെ ഇപ്പോഴും ഇലക്ഷൻ ഇതിൽ പറഞ്ഞത്, മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കുറെ ജനക്ഷേമ പദ്ധതികളാണ്. പക്ഷെ അവർക്ക് എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നുള്ള വലിയ ചോദ്യമുണ്ട്. കാരണം നമ്മൾ ഈ സാധാരണ മനുഷ്യരുടെ പെൻഷൻ വർദ്ധിപ്പിക്കും, നല്ല കാര്യമാണ്. പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കും, നല്ല കാര്യമാണ്. പക്ഷേ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തും? ചിലപ്പോൾ അത് സതീശന്റെ മനസ്സിലോ അല്ലെങ്കിൽ UDF-ന്റെ ചിന്താ പദ്ധതികൾ ഉണ്ടായിരിക്കാം. പക്ഷേ അത് ജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റണം. അപ്പോഴാണ് സുതാര്യത. ഞാൻ പറയുന്നത് ആ പദ്ധതി എങ്ങനെ നടപ്പാക്കാം എന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ സുതാര്യത ഉണ്ടായിരുന്നു. ആ സുതാര്യത പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയും ചെയ്യാം. ഇപ്പോൾ നിയുക്ത മന്ത്രി ശ്രീ T. സിദ്ദിഖ് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ T. സിദ്ദിഖ്, എല്ലാവിധ ആശംസകളും. ഞങ്ങളോടൊപ്പം ഈ തിരക്കിനിടയിലും ചേർന്നതിനുള്ള നന്ദിയും ആദ്യമായി അറിയിക്കുന്നു. പോർട്ട്ഫോളിയോയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഏത് വകുപ്പാണ് എന്ന സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഈ സ്ഥാനലബ്ധിയെക്കുറിച്ച് പറയാനുള്ളത്? കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വകുപ്പുകൾ സംബന്ധിച്ചതായിരിക്കുന്ന വിവരങ്ങൾ കൈമാറും. നിലവിൽ ഏത് വകുപ്പ് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല, കൈമാറിയിട്ടില്ല. തീർച്ചയായും കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ചതും അല്ലാത്തതുമായ വൈവിധ്യമുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാനുള്ള നടപടി, ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടി, അതോടൊപ്പം തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തിക സമാഹരണം കൂടുതൽ ഉത്തേജകമാക്കാനുള്ള നടപടി വലിയ അത്യധ്വാനമുള്ള നടപടിയാണ്. ആ പ്രവർത്തനം കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പുതിയ ഗവൺമെൻറ് സ്തുത്യർഹമായി നിർവഹിക്കും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ ആവോളമുള്ളതായിരിക്കുന്ന ആ പ്രതീക്ഷ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനവും ഇടപെടലുകളും പൂർണ്ണമായ അർത്ഥത്തിൽ പുതിയ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള നടപടികളാണ് പുതിയ ഗവൺമെൻറ് ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ T. സിദ്ദിഖ്, വയനാട് പദ്ധതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അങ്ങ് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒപ്പം, എല്ലാ വിവാദങ്ങൾക്കിടയിലും അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരാളാണ്. നല്ല MLA എന്ന നാട്ടുകാരെ കൊണ്ട് പറയിച്ച ആളാണ്. നല്ല മന്ത്രി എന്ന ഖ്യാതിയും സ്വന്തമാക്കും എന്നാണ് വിചാരിക്കുന്നത്. വയനാട് പദ്ധതി കംപ്ലീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുതിയ സർക്കാരിലാണല്ലോ. ഒന്ന്, വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു. പക്ഷേ താക്കോൽ പൂർണ്ണമായും കൈമാറി ആളുകൾ അവിടെ താമസം തുടങ്ങിയിട്ടില്ല. ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം 178 വീടിൻ്റെയാണ് ഫസ്റ്റ് ഫേസ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതായിരിക്കുന്ന വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണം. പൂർത്തീകരിച്ചതിൻ്റെത് ആവശ്യമുള്ള അമ്യൂണിറ്റീസ് മുഴുവൻ പൂർത്തീകരിച്ച് ദുരന്തബാധിതരായ ആളുകളെ ആ വീടുകളിലേക്ക് കൃത്യതയോടുകൂടി എത്തിക്കാനുള്ള നടപടി ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലിസ്റ്റ് ഇപ്പോഴും അപൂർണമാണ്. ആ ലിസ്റ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പുനർനിശ്ചയിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള പരിശോധന അതും പ്രാധാന്യമുള്ളതാണ്. ലിസ്റ്റിൻ്റെ പൂർത്തീകരണം, ഇതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള വിഷയങ്ങൾ പുനഃപരിശോധന ആവശ്യമുണ്ടോ എന്ന് പറയുന്ന കാര്യം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യം, ഞങ്ങൾ കാർഷിക ഭൂമി മുഴുവൻ പുനഃക്രമീകരിച്ച് കൊടുക്കും എന്നുള്ള പ്രഖ്യാപനമായിരുന്നു. ഒരു പ്രഖ്യാപനവും പ്രാവർത്തികമായിട്ടില്ല. അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം. അവരുടെ കടം മുഴുവൻ എഴുതിത്തള്ളിയപ്പോൾ കേന്ദ്ര സർക്കാർ ആ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി ഉത്തരവാദിത്വം എടുത്തില്ല. അവർ അപ്പോഴത്തേക്ക് NDMA ആക്ട് തന്നെ അവർ മാറ്റി അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി. പകരം സംസ്ഥാന സർക്കാർ ആ ഉത്തരവാദിത്വം എടുത്തു. പക്ഷേ അത് പാർഷ്യലാണ്, പൂർണ്ണമായിട്ടില്ല. അപ്പോൾ പൂർണ്ണമായി അവരുടെ കടം എഴുതിത്തള്ളാനുള്ള നടപടി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദുരന്തബാധിതരായിരിക്കുന്ന കുട്ടികളുടെ ഒരാളുടെ പഠനം പോലും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. അത് മുഴുവൻ ഏറ്റെടുത്തത്
അന്ന് MLA എന്ന രീതിയിൽ ഞാനായിരുന്നു. ആ കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതി ഉൾപ്പെടെ ചികിത്സ ആവശ്യമായിട്ടുള്ള ആളുകളുടെ ചികിത്സാ കാര്യത്തിലുള്ള അപര്യാപ്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഉപജീവനം പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ വളരെ ഗൗരവതരമായിട്ടുള്ള ഇടപെടലും പദ്ധതികളും പരിപാടികളും സമയബന്ധിതമായി ഉണ്ടാകണം. 1683 കോടി രൂപയിലധികം വരുന്ന രൂപ ഇതിൻ്റെ സാസ്കി ഫണ്ടായി, SDRFൻ്റെ ഫണ്ടായി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ PDNA റിപ്പോർട്ടിൻ്റെ ഭാഗമായി CMDRF ഫണ്ടായി സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇത് മുഴുവൻ റൂട്ട് ചെയ്ത് സമഗ്രതലത്തിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാനുള്ള വലിയ ഇടപെടലും അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും ക്യാബിനറ്റ് ഇൻ്റർവെൻഷനും ഒക്കെ ഉണ്ടാവും. ശരി, വളരെയധികം നന്ദി ശ്രീ ടി സിദ്ദീഖ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ നിയുക്ത സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അങ്ങ് സ്പീക്കർ പദവിയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ കൂടിയാണ് വരുന്നത്. എങ്ങനെ കാണുന്നു പുതിയ സ്ഥാനലബ്ധിയെ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായി ഞാൻ ഇതിനെ എടുക്കുകയാണ്. പിന്നെ എൻ്റെ മുന്നണിയും പാർട്ടിയും എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസം കൂടി ഇതിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുകയും ചെയ്യുകയാണ്. ബഹുജന മധ്യത്തിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം, നിയമസഭയെക്കുറിച്ച് നല്ല പേര് ഉയർത്തിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം ഇതിൻ്റെ പിന്നിലുണ്ടാകാം എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാനിത് സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ തവണയൊക്കെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വലിയ വാക്കേറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കും. അങ്ങ് മുതിർന്ന നേതാവാണ്. സ്വാഭാവികമായും വളരെ ജനാധിപത്യപരമായ ഒരു സ്പീക്കർ പ്രകടനം എന്ന നിലയ്ക്കാണ് നമ്മുടെ കാലങ്ങളായി നമ്മളുടെ നിയമസഭ കണ്ടിട്ടുള്ളത്. അതിൽ ഒരു കുറവും ഉണ്ടാകില്ല എന്നുള്ളത് അങ്ങാകുമ്പോൾ തന്നെ നമുക്ക് വ്യക്തവുമാണ്. നിയമസഭയിൽ ഇത്രയും കാലം ഇരുന്ന ഒരാളാണ്. സ്പീക്കർ പദവി അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ നിയമസഭ ദ്വന്ദ്വയുദ്ധത്തിലുള്ള സ്ഥലമല്ല. നിയമസഭ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും ജനസേവനം നടത്തുന്നതിനുള്ള ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമാണ്. ആ നിലയിൽ അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സഭാനാഥൻ എന്നുള്ള നിലയിൽ സ്പീക്കറുടെ ചുമതലയാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇപ്പോൾ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും വന്നിരിക്കുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആളുകളെ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കില്ല. അവരുടെ സൽബുദ്ധിയും അവരുടെ നല്ല പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ജനകീയ നേതാക്കന്മാരെ നിയമസഭയിൽ വന്നിട്ടുള്ളത്. 140 ആളുകളുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഒരു ആക്ഷൻ പോലെയാണ് റിയാക്ഷൻ. ആക്ഷൻ പോസിറ്റീവ് ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് റിയാക്ഷനും സ്വാഭാവികമായും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നിയമസഭ നടത്തിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള ആളുകൾ ഒരുപോലെ സഹായിക്കും, സഹകരിക്കും എന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അത് നമ്മുടെ നിയമസഭ 100-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയാണ്. ആ പാരമ്പര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളികൾക്ക് ലോകം തന്നിട്ടുള്ള വലിയ അംഗീകാരം കൂടി സാംസ്കാരിക ഔന്നത്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിയമസഭാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അനാവശ്യ തർക്കങ്ങളുണ്ടാകില്ല, മറ്റ് അതിക്രമങ്ങളുണ്ടാകില്ല. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വലിയ ഭൂരിപക്ഷമാണ് ഭരണപക്ഷത്തിനുള്ളത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ ദുർബലമാണ്. വലിയ ആധിപത്യം അംഗബലത്തിന്റെ പേരിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് നിയന്ത്രിക്കില്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഭൂരിപക്ഷം തന്നെ മറുഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ശക്തിയായിട്ടാണ് ഇന്നിപ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുന്ന ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ വല്ലാത്ത അതിക്രമങ്ങൾ കാണിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. അതെല്ലാവർക്കും ഒരു സൂചനയായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജനാധിപത്യപരമായി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും അങ്ങ് പൂർത്തീകരിക്കൂ. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. സുരേഷ് കുമാർ, കേന്ദ്രബന്ധത്തിലെ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ 10 വർഷവും വളരെ പ്രകടമായിരുന്നു. അത് UDF സർക്കാരിനും വലിയ വെല്ലുവിളിയാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? സാമ്പത്തിക പ്രതിസന്ധി ഒരു വലിയ വെല്ലുവിളിയാകും എന്നുള്ളത് തന്നെയാണ് രണ്ടുപേരും ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അതിനു മുൻപ് ഞാൻ 2 കാര്യങ്ങൾക്കൊന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്,
കോൺഗ്രസ് പ്രതിനിധിയോട് ബഹുമാനപ്പെട്ട മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകന്റെ മന്ത്രി സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള തർക്കവും അവസാനം തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നപ്പോൾ അവർക്ക് ഒരു മനസ്താപവും തോന്നിയില്ല. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ചു കയറി നിലത്തടിക്കാൻ, തട്ടഹസിച്ചുകൊണ്ട് വലിച്ചു കയറി നിലത്തടിക്കാൻ അവരൊരു മനസ്താപവും തോന്നാത്ത ആളുകളാണ്. അവരോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ദയവ് ചെയ്ത് കുഴപ്പത്തിലാക്കരുതെന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ മാധുവിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വലതുപക്ഷ പ്രതിനിധി പറഞ്ഞത് നിയമസഭയിലെ BJP MLA-മാരുടെ പ്രാതിനിധ്യം ഹിന്ദു വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ വിഷയങ്ങൾക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കപ്പെടാൻ അത് അവരുടെ സാന്നിധ്യം 3 MLA-മാരുടെ BJP MLA-മാരുടെ സാന്നിധ്യം ഉപകരിക്കപ്പെടുമെന്നാണ്. എനിക്ക് ആ രൂപത്തിലുള്ള ഒരു ന്യൂനതയും നാളിതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തോടൊരു മറുചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, 2026-ൽ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇന്ത്യയിൽ 15% വരുന്ന മുസ്ലിങ്ങളുടെ വിഷയം അതിൽ വലിയ കഥയില്ല. കാരണം ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം പ്രതിനിധീകരിക്കാനാണ് വരുന്ന ഒരു 2-3 നിയമസഭാ സാമാജികർ വരുന്നത് എന്ന് പറയുന്നത് തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ചേരുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ട് മാധു അത് അപ്പോൾ പറഞ്ഞില്ല? ആ സമയത്ത് നിയുക്ത മന്ത്രിയിലേക്ക് പോകേണ്ടത് ചോദിച്ചു വന്നപ്പോഴാണ് അങ്ങ് ശ്രദ്ധിച്ചു കാണും. ചോദിച്ചു വന്നപ്പോഴാണ് അതുകൊണ്ടാണ് മാധുവിൽ നിന്നും ഞാൻ സത്യത്തിൽ ഒരു മതനിരപേക്ഷ ആങ്കർ എന്നുള്ള നിലയിൽ നന്നായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും അതിനകത്ത് ശ്രദ്ധയോടുകൂടി മറുപടി പറയുകയും ചെയ്യുന്ന മാധുവിൽ നിന്നും ഞാൻ അത്തരത്തിലൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്ത്യയിൽ 15% വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുമ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിൽ നിന്നും ഒരു MP രാജ്യസഭയിലോ ലോക്സഭയിലോ BJPയെ പ്രതിനിധീകരിച്ചില്ല എന്നുള്ള വിരോധാഭാസം നിലനിൽക്കുകയാണ്. കേരളത്തിലെ ഈ കാര്യം കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് എത്രമാത്രം വിരോധാഭാസമാണെന്ന് നോക്കണേ നമ്മുടെ രാഷ്ട്രീയം പോകുന്ന പോക്ക്. പിന്നെ ഇപ്പൊ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ നോക്കൂ, കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിഹിതം കിട്ടാത്തതിനാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഈ വർത്തമാന കാലഘട്ടമാണ്. ഒരുപക്ഷെ അത്തരം മാതൃകകൾ പിന്തുടരാം. അന്ന് കേരളത്തിലെ കോൺഗ്രസ് അതിനെതിരായി മുഖം തിരിച്ചു നിന്നവരാണ്. ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, അത്തരത്തിൽ കേരളത്തിനെതിരായിട്ടുള്ള നടപടിക്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമായിരിക്കില്ല CPM-ന്റെയും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയാനുള്ളത്. മോഹൻ വർഗീസ്, വകുപ്പ് വിഭജനം ഇത്ര പെട്ടെന്ന് പൂർത്തിയാകും എന്ന് കരുതിയിരുന്നോ? അത് UDF സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം മധു, അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ആ ഒരു കാര്യമായ പൊട്ടിത്തെറി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ, കാരണം പരമാവധി ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ് അതൊരു വലിയ പരിഗണന തന്നെയാണ്. ഇപ്പൊ മന്ത്രിമാരുടെ, നേരത്തെ മാധു തന്നെ ഇവിടെ പറയുകയുണ്ടായി, മന്ത്രിമാരുടെ ശരാശരി പ്രായം എനിക്ക് തോന്നുന്നു എക്കാലത്തെയും ലോവസ്റ്റ് ആണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ടൈം MLA-മാർ 5 പേരെങ്കിലും മന്ത്രിസഭയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും അതും ഒരു പുതുമ തന്നെയാണ്. അതുകൊണ്ട് ഈ വലിയ ശ്രദ്ധയാണ് ചെലുത്തിയത്. എല്ലാ ജാതി, മത, വർഗ, പ്രാദേശിക അല്ലെങ്കിൽ സമുദായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ലിംഗനീതി ഒരു പരിധിവരെയെങ്കിലും ഉറപ്പാക്കിയെടുക്കാൻ അത് എല്ലാം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നാണ് അത് സാധിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും മുസ്ലിം MLA-മാർ മാത്രമാണ് ഉള്ളത് മന്ത്രിസ്ഥാനത്ത്. കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും വരുന്നത് ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന MLA-മാരാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ വകുപ്പ് വിഭജനം മാത്രമല്ല, ഈവൻ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് പോലും കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിച്ച ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ സമ്മർദ്ദങ്ങളും കൗണ്ടർ പ്രഷേഴ്സും എല്ലാം ഉണ്ട്. ജില്ലാ തലത്തിലുള്ള പ്രാതിനിധ്യം മറ്റൊരു കാര്യമാണ്. അവിടെ നോക്കുമ്പോൾ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു കീറാമുട്ടിയാകേണ്ടിയിരുന്നത് ആഭ്യന്തരമാണ്. അത് സുഗമമായി പരിഹരിക്കാൻ കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ്. അത് നിർണായകമായ വകുപ്പുകൾ, കാരണം ആഭ്യന്തരമില്ലാത്തൊരു മുഖ്യമന്ത്രിക്ക് എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകാം എന്നതും സംശയമാണ്. പക്ഷേ മുഖ്യമന്ത്രി ധനകാര്യം എടുത്തപ്പോൾ യഥാർത്ഥത്തിൽ പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവിൽ വിസ്മയങ്ങൾ തീർക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, ആദ്യത്തെ ദിവസം മുതൽ ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം,
അടക്കമുള്ള വകുപ്പുകൾ, നിങ്ങൾ വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിയ വകുപ്പുകൾ, വൈദ്യുതി, KSRTC എല്ലാം അതിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ്ങും പദ്ധതിയും ഉണ്ടാവേണ്ടതുണ്ട്. സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണപക്ഷം മാത്രമല്ല, ഇനി മുതൽ ഞങ്ങൾ ഭരിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പ്രതിപക്ഷം. കാരണം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണം, വിമർശിക്കണം, നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയണം, അത്തരം സമീപനം സ്വീകരിക്കണമെന്നും കൂടി അഭ്യർത്ഥനയുണ്ട്. കാരണം ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ CPM-ന്റെ പ്രതിനിധി എന്തിനോ വേണ്ടി കോൺഗ്രസിനെ വിമർശിക്കുകയാണ്. എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല. മന്ത്രിസഭ പോലും ചുമതലയേറ്റിട്ടില്ല, ചാണ്ടി ഉമ്മൻ്റെ പേര് കണ്ടില്ല, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറി, ഞങ്ങൾക്കില്ലാത്ത പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചാൽ അതൊന്നും ചോദിക്കേണ്ടെന്ന് ഓർത്തതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കം പറയുന്ന സാഹചര്യമുണ്ട്. ജില്ലാ കമ്മിറ്റികൾ നിരന്തരം പറയുന്നു പിണറായി വിജയൻ്റെ ഏകാധിപത്യം മൂലമാണ്, അയ്യപ്പ സംഗമം എന്നുള്ള ധൂർത്തും തട്ടിപ്പ് മൂലമാണ് തോറ്റതെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ ഉമ്മറത്തേക്ക് നോക്കി ഞങ്ങളെ വിമർശിക്കാൻ നിൽക്കുകയാണ്. ഒരു ഇച്ചിരി സമയം തന്നെ മന്ത്രിസഭ ഒന്ന് അധികാരമേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വിമർശിക്കാമെന്നായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിക്കുന്നത് പോലെയല്ല ഞങ്ങൾ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത്. ഞങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഉള്ള ആളുകളൊന്നും വന്നിട്ടുണ്ടാവില്ല. ആയിക്കോട്ടെ, ഞങ്ങളുടെ കുറവുകളാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് മുന്നോട്ട് പോകട്ടെ. എന്തെങ്കിലും ഭരണപരമായ വീഴ്ചകൾ ഞങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. നിങ്ങളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങൾ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താം. അതല്ല ഒരു ജനാധിപത്യ മാതൃക. അല്ലാതെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ കോൺഗ്രസിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വീണ്ടും വിളിച്ചു പറയുക. അപ്പുറത്ത് തീരുമാനിച്ച പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയുമ്പോൾ ഇവിടെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരിക്കുക വല്ലാത്ത കഷ്ടം തന്നെയാണ്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും നാളെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. പോസിറ്റീവ് പൊളിറ്റിക്സ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ മുന്നോട്ട് വെച്ച ആളാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. വലിയ ഭൂരിപക്ഷമാണ് ജനം UDF-ന് നൽകിയിരിക്കുന്നത്. മന്ത്രിസഭാ തർക്കങ്ങൾ തീർന്ന സ്ഥിതിക്ക് എല്ലാ ആശംസകളും നമുക്ക് ക്യാബിനറ്റിന് നേരാം. അടുത്ത 5 വർഷം സൽഭരണമായിരിക്കട്ടെ. Debate with Madhu Saji.